പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രയില്ല
രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട് കർത്താവേ. അത് എല്ലായിടത്തും അതുണ്ട്, ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല. ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനെ ഒരു സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ പേര് വിഷ്ണു രവിയ. വിഷ്ണു രവിയുടെ വിഷയം എന്ന് പറയുന്നത്, അവൻ പട്ടാളക്കാരനാണ്. പക്ഷെ പട്ടാളത്തിൽ ശമ്പളം അവൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ മാത്രമേ ശമ്പളം കിട്ടണില്ല. അപ്പോൾ അവൻ എന്നെ ഒരു ദിവസം വിഷ്ണു 14 കൊല്ലമായി പട്ടാളത്തിലായിട്ട്, ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് തോന്നിയേ ആരോ പറഞ്ഞ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിഷ്ണുവിനെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്, നീ എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പരീക്ഷയാണ്, ആലപ്പുഴ ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ഏത് പള്ളി? അത് കൃപാസനം പള്ളി. അപ്പോൾ നീ പിന്നെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും കൂടി വന്ന് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ മാതാവ് അപ്പം തന്നെ അവന് ഭയങ്കര സിൻസിയറായിട്ടുള്ള ആളായ കാരണം മാതാവ് അവനെ തോണ്ടി. അതാണ് അവൻ പിന്നെ പോയിട്ട് തിരിച്ചു പോയെങ്കിലും ഇവിടെ കൂട്ടുകാരിവിടെ വന്നതാണ്. പക്ഷേ തിരിച്ചു പോയപ്പോൾ അവനൊരു കാശ്മീരിലാണ് വർക്ക് ചെയ്യണത്. ഒരു സാക്ഷ്യം കണ്ട്. ആ സാക്ഷ്യം കണ്ടപ്പോൾ ഭയങ്കര പിന്നെ അയ്യോ ഇത്രയും വലിയൊരു സ്ഥലത്താണല്ലോ ഞാൻ പോയത് എന്ന് വിചാരിച്ചുകൊണ്ട്, മാതാവേ എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് കിട്ടത്തില്ല, ലീവ് കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ. മാതാവ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലീവ് തന്നെ വന്നും ഇവൻ മാതാവിനോട് പറഞ്ഞു. ആൾക്കാരെ ഇവിടെ ആരെങ്കിൽ ഇപ്പോൾ രസമാണ് ഭയങ്കര ഈ മാതാവായിട്ട് ബന്ധമുള്ള ആൾക്കാർ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാതാവിനോട് പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടാറില്ല ശരിക്കും, ഇപ്പോൾ ലീവ് വന്ന് പോയതല്ലേ ഉള്ളു. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഞാൻ അവൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു പ്രീ കവനൻ്റ് ചെയ്ത് അമ്മയുമായിട്ട്, അമ്മ എനിക്ക് ലീവ് തരുമെങ്കിൽ ഞാൻ കൃപാസനത്തിൽ എത്തണ വരെ മീനും ഇറച്ചിയും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഒരു ഉടമ്പടിയാണ്. എനിക്ക് ഈ ആൾക്കാർ ചെയ്യണ കാര്യങ്ങളെ അവർ ഉടമ്പടി എടുത്തിട്ടില്ലൊക്കെ മാതാവുമായിട്ടൊരു ഉടമ്പടിയാണ്. അവന് ഒരു 3 ആഴ്ചയപ്പോൾ തന്നെ ലീവ് അനുഭവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് പോകണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ജർമ്മനി എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ചു. അമ്മ തോന്നിച്ചാണ് വിചാരിച്ചിട്ട് അവനത് എഴുതി വെച്ച് അവൻ ഉടമ്പടി എടുത്ത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ വിഷ്ണു ചെയ്ത കാര്യമാണ് പ്രശ്നം. വിഷ്ണു ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി സീരിയസ് ആണെന്ന് വരുത്താൻ ഇപ്പം ചില ആൾക്കാർ കൃപാസന വണ്ടി പോണേ എളുപ്പത്താന്ന് പറയത്തില്ലേ, അതൊക്കെ ഉടമ്പടിയല്ലേ. ഇതേ വയ്യായ്മ കൃപാസന പണി ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണത്. പക്ഷേ ഇവൻ അങ്ങനെയല്ലേ, ഇവൻ സത്യസന്ധനാണ്. ഇവൻ ഉടമ്പടി എടുത്ത് എങ്ങനെയാണെന്ന് അറിയാം, 2.5 ദിവസം എടുത്ത്
ഈ കോതമംഗലത്ത് നിന്ന് കാൽനടയായിട്ടാണ് വന്നിരിക്കണത്. 80 കിലോമീറ്ററുണ്ട്. അവൻ രാത്രി നടക്കണ്. രാത്രി ഞാൻ പറയണേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും നടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ കുഴി. മാതാവ് എന്നെ കുഴിയിൽ നിന്ന് മാറ്റി. പിന്നെ ഞാൻ നടന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ അവസ്ഥയെ. അവർ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യണത്. അല്ല, ദൈവത്തെ ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ മതപ്പനിക്കാർ വന്ന് നടപടിക്കണില്ലേ. അതുപോലുള്ള പരിചാരികളുടെ കാലം കൃപാസനത്തിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നു. ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാം ഇടിവെട്ട ആൾക്കാരാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ രണ്ടാം പ്രാവശ്യം വരുമ്പോൾ അമ്മയടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാടകയ്ക്ക് നിന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യരുന്നു. അതിനുശേഷം പിന്നെ 150 പത്രം മേടിച്ച് പിന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി അവിടെ നിന്നുള്ളിൽ 150 പത്രം ആൾക്കാരൊക്കെ പറഞ്ഞ് കൊടുത്തത്. എന്ത് സ്പീഡാണ് ആളിപ്പോൾ ഞായറാഴ്ച ഇത് പറയണ സമയത്ത് അവൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യാസം കാണിക്കണം എന്നല്ലേ പറയണത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മാർത്ഥമായ റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നവൻ കുറച്ച് വരച്ച് അനുഭവിക്കുന്നതെന്നല്ലാതെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതാണ് വിഷയം. ഹൃദയ പരമാർത്ഥതയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി നമ്മൾ കാണിക്കേണ്ടത് ഈ പരമാർത്ഥതയാണ്. പരമാർത്ഥത പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ടെസ്ന. ഞാൻ കോട്ടയം തോട്ടയ്ക്കാട് സെയിൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണം, സെറ്റിലാവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസ് പോകണം, അവിടെ സെറ്റിലാവണം എന്നായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി വന്ന് ഫസ്റ്റ് ടൈം പുതുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെ പറ്റി അറിയുന്നത് ജസ്റ്റ് യൂട്യൂബിൽ റാൻഡമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടാണ്. അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഉടമ്പടി എടുക്കാമെന്ന്. അപ്പം ഞാൻ അതിൽ വെച്ച നിയോഗങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് OET ക്ലിയർ ചെയ്യണം, OET അറ്റൻഡ് ചെയ്ത് കിട്ടണം, പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം OET എഴുതാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുത്ത് എന്നുള്ളൊരു ധൈര്യത്തിൽ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ OET എഴുതാൻ തീരുമാനിച്ചത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 2 മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സെക്കൻഡ് ടൈം എഴുതാം എന്ന് വിചാരിച്ചു. സെക്കൻഡ് ടൈം എഴുതാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് UK കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കി. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ UK അയർലൻഡൊന്നും അത്ര സ്കോപ്പില്ല ഇപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഞാനിപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യാൻ കയറി. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി OET എന്നുള്ളൊരാഗ്രഹം അങ്ങ് വിട്ടു. ഇനി എന്തായാലും അത് നോക്കിയിട്ടൊരു പ്രതീക്ഷ ഉണ്ടാവും തോന്നില്ല, എല്ലാവരും പറഞ്ഞ് അതങ്ങ് ഉപേക്ഷിച്ചേക്കാൻ. അങ്ങനെ അതങ്ങ് വിട്ടു. പിന്നെ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ പിന്നെ എല്ലാ നഴ്സസും ചൂസ് ചെയ്യുന്നത് GCC സൗദിയാണ്. അപ്പോൾ സൗദി നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു. സൗദി എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങളാൽ സൗദി അങ്ങോട്ട് അതിലേക്കൊന്ന് എൻ്റർ ആവാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതും വിട്ടു. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഒരു ഖത്തർ മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ട് ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, സെലക്റ്റായി. അങ്ങനെ ഞാനന്ന് അതിലേക്ക് നോക്കാം എന്ന് വിചാരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഖത്തർ പ്രോമെട്രിക്കിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊണ്ടാണ് പോയത്. ഉപ്പ് ഞാൻ അവിടെ ഒരു കോർണറിൽ ഇട്ടു, തൈലം എൻ്റെ നെറ്റിയിൽ പൂശിയാണ് ഞാൻ എക്സാം ഹാളിലേക്ക് എൻ്റർ ആവുന്നത്. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു, എക്സാം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു 2026 ജനുവരിയൊക്കെ കഴിഞ്ഞു, ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വിസ 2026 ഏപ്രിൽ 27-ാം തീയതിയോടെ വിസ എക്സ്പയർഡ് ആവും. അപ്പം അതിന് മുന്നേ എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വാറ് വരുന്നത്. അപ്പോൾ യുദ്ധം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ കയറി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും നടക്കില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. കാരണം ഏപ്രിൽ 27-ന് എൻ്റെ വിസ എക്സ്പയർഡ് ആവും, അതിന് മുന്നേ പോകണം.
അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ടിക്കറ്റ് വന്നു, ഏപ്രിൽ 20 പോകാം എന്ന് പറഞ്ഞ് ടിക്കറ്റ് വന്നു. ഭയങ്കര സന്തോഷമായി, ഒക്കെ പോകാമല്ലോ, ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിലും ടിക്കറ്റ് കിട്ടി, പോകാം എന്ന് വിചാരിച്ച് ഞാൻ 18-ാം തീയതി, അതായത് കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. പക്ഷേ ഞാൻ ഈ പത്രിക എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, നീ പത്രിക എടുത്തില്ലല്ലോ, പത്രം ഇല്ലാതെ പറയാൻ പറ്റില്ല, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 20-ാം തീയതി കയറി പോകും, 18-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോയിട്ട് 19-ാം തീയതി വന്ന് പറയാം എന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു, എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഈ പത്രിക എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണോ എനിക്ക് എൻ്റെ ടിക്കറ്റ് ക്യാൻസലായതെന്ന് ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, ടിക്കറ്റ് റീഷെഡ്യൂൾ ആയിട്ടുണ്ട്, മെയ് 9-ാം തീയതിയിലത്തേക്ക് റീഷെഡ്യൂൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ 3rd ടൈം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റാൻഡമായിട്ട് മെയ് 10 എന്നൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ മെയ് 10 അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാനും കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെയ് 10 എന്നൊരു ഡേറ്റ് ഇട്ട് 2026 മെയ് 10 മുന്നേ എനിക്ക് എവിടെയെങ്കിലും ഒരു വിദേശത്ത് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റണം എന്നുള്ള സ്ഥലമൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പോകണം, അത് മാത്രമാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അപ്പോൾ 2-3 ദിവസം മുന്നേ എനിക്ക് ടിക്കറ്റ് വന്നിട്ട് ക്യാൻസലായ ടിക്കറ്റ് തന്നെ റീഷെഡ്യൂൾ ആയിട്ട് മെയ് 9 പോകാം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റാതെ തിരിച്ചു പോയതൊക്കെ ഒരു മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് വീണ്ടും അതൊരു ഞാൻ ആഗ്രഹിച്ച ഒരു ഡേറ്റിലേക്ക് തന്നെ ആക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായത്. അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച ഞാൻ പോവുകയാണ്. ഞാൻ നേഴ്സായിട്ട് തന്നെ അവിടെ ഖത്തർ മിനിസ്ട്രിയിലാണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ബെറ്ററായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലെ പത്രം ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും ഒക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറ്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തൊരു കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനെ സ്വപ്നം കാണുന്നതെന്നൊക്കെ. അപ്പം ഞാനും ഇങ്ങനെ ജസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് സ്വപ്നം കണ്ടിരുന്നെങ്കിൽ എന്ന്. അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് പറയണമെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അച്ഛൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മെയ് 9 എനിക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ആയി കിട്ടിയിട്ടും, ടിക്കറ്റ് റീഷെഡ്യൂൾ ആയി എന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഇന്നലെ ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു, മേ ബി ആ ടിക്കറ്റും കൂടെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കംപ്ലീറ്റ്ലി ഡൗൺ ആയി, ഇനി എന്ത് ചെയ്യും എന്നൊരു ഇതില്ല, ഒരു സ്കോപ്പ് മൊത്തത്തിൽ പോകുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പം എന്തായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചതല്ലേ, വരാമെന്ന് കരുതി ഞാൻ ഇവിടെ ഇന്ന് വന്ന് കുറച്ച് നേരം മുമ്പ് വരെ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാക്കിൽ. സാക്ഷ്യം പറയണോ വേണ്ടയോ എന്നൊരു ഡൗട്ടായിരുന്നു, കാരണം ടിക്കറ്റ് എന്താകും എന്നൊരു ഉറപ്പില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് സിസ്റ്റേഴ്സിനോട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് വീണ്ടും ഒരു കോൾ വന്ന് എന്നോട് പറഞ്ഞു റെഡി ആയിക്കോ പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും പറഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറയാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ മാറ്റിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ് മാതാവിനും ഈശോയ്ക്കും എനിക്ക് തന്നിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ആത്മീയ ജീവിതം, ഞാൻ പള്ളിയിൽ കാരുണ്യ പ്രവർത്തികൾ കൂടുതലും ഞാൻ പൊതിച്ചോറ് കൊടുക്കൽ, കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യൽ, പിന്നെ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ ഞാൻ മാക്സിമം ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം, സൺഡേസിലെല്ലാം മുടങ്ങാതെ പള്ളിയിൽ പോകാൻ തുടങ്ങി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ പലപ്പോഴും കുമ്പസാരിക്കാൻ, അതായത് 2 ആഴ്ച കൂടുമ്പോൾ മുടങ്ങാതെ കുമ്പസാരിക്കാൻ തുടങ്ങി. കുമ്പസാരക്കൂട്ടിലിരുന്ന് പല അച്ഛന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ്, മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് കുമ്പസാരക്കൂട്ടിലിരുന്ന് പല അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ശരിക്കും ഒരു പ്രസൻസ് അനുഭവപ്പെടാറുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം
11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്നും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ, എന്ത് ബുദ്ധിമുട്ടുകളായാലും, ജോലി പ്രശ്നമായാലും, സാമ്പത്തിക തകർച്ചയായാലും ദൈവം ഒരു വഴി തുറക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിലും ജോലിയില്ലായ്മയിലും രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും, ജോലിയില്ലെങ്കിലും പരീക്ഷയാണെങ്കിലും ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ വിജയിപ്പിക്കുമെന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഓരോ ഉടമ്പടി മക്കളും. അതുകൊണ്ടാണ് ഓരോ സാക്ഷ്യങ്ങളും അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നാം പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ ഇടപെടലിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. തെസ്ന എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈ മകളും യൂട്യൂബ് വഴി ഉടമ്പടിയെ പറ്റി കേൾക്കുകയും കൃപാസനത്തെ പറ്റി കേൾക്കുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. വിദേശത്ത് മറ്റു കുട്ടികളെ പോലെ, മറ്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് പോലെ തന്നെ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാനാണ് ഈ മകളും ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ പലപ്പോഴും വിസ വരികയും പിന്നീട് ഡേറ്റ് മാറുകയും OET എക്സാമിന് പോവുകയും പല കാര്യങ്ങളാണ് വരുന്നത്. വീണ്ടും പല ചേഞ്ചുകളാണ് വരുന്നത്. പക്ഷെങ്കിൽ എല്ലാ ചേഞ്ചും ഈ മകളുടെ നന്മയ്ക്കായിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവിടെ വന്നു, വിസ കിട്ടി, ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ. പക്ഷെങ്കിൽ അന്ന് ഉടമ്പടി പത്രിക കൊണ്ടുവന്നില്ല, സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. തിരികെ എത്തിയപ്പോൾ മനസ്സിലായി ആ ഡേറ്റ് ചേഞ്ച് ചെയ്തു എന്ന്, പോകുവാൻ പറ്റില്ല എന്ന്. പിന്നീട് വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, നിയോഗത്തിൽ സമർപ്പിച്ചു. എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ്, അതായത് മെയ് 10 മുമ്പ് അമ്മയെ എനിക്കൊരു സൈൻ തരണേ, ഒരു അടയാളം തരണേ, എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തരണേ എന്ന്. അതിന് പ്രകാരം ഈ മകളുടെ, നമുക്കറിയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 ഡിസംബർ 7-ാം തീയതി 2:30 എന്ന സമയത്താണ് അമ്മ ഇവിടെ എത്തിയത്. സമയത്തിന് മേൽ അധികാരമുണ്ട്. അമ്മ ഘടികാരവുമായാണ് അമ്മ ഇവിടെ എത്തിയത്. തന്നെയുമല്ല, കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവൻ പറയുന്നത് ചെയ്യുക എന്ന് നമ്മളോട് അമ്മയാണ് പറഞ്ഞു തന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും ആകാത്ത സമയം ആക്കിത്തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ള കൃപാസനം അമ്മ. ആ അമ്മയോടാണ് ഈ മകളും മെയ് 10 എൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് അമ്മയെ എനിക്കൊരു അടയാളം തന്ന് എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതിന് പ്രകാരം മെയ് 9-ാം തീയതി ടിക്കറ്റ് കൊടുക്കുകയും ഇന്ന് ഈ മകള് ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിലെത്തിയത്. പക്ഷെങ്കിൽ ഇന്നലെയും ഫോൺ കോൾ വന്നു, ടിക്കറ്റ് കൺഫേം അല്ല എന്ന്. ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. പക്ഷെങ്കിൽ സമയം പോകും തോറും ഒരു കൺഫേം അല്ലാത്തതുകൊണ്ട് ഈ മകൾ തെസ്ന ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ വെച്ച് തന്നെയാണ് മകൾക്ക് കൺഫേം വരുന്നത്, ടിക്കറ്റ് കൺഫേമാണ്, യാതൊരു ചേഞ്ചുമില്ല എന്ന്. ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. വിശ്വസിക്കുന്ന എന്തും നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവമാണ്, തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സമയമാകാത്ത സമയവുമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട്, അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. കാനായിൽ ചെയ്തതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യം അറിഞ്ഞാണ് അമ്മ പറഞ്ഞത് അവർക്ക് വൈനില്ല എന്ന്. നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളും അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ വിശ്വാസത്തോടെ നമ്മുടെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. തെസ്നയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ ജോലി, അതായത് ഖത്തർ മിനിസ്ട്രിയിൽ നഴ്സായിട്ട് ജോലിയും എല്ലാ മറ്റ് അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. റെക്സ്, എൻ്റെ ഭാര്യ എലിസബത്ത് റെക്സ്, മോള് എമി, മോൺ AB, രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞത് ചെന്നൈയിൽ നിന്നാണ്. ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. വൈഫ് വന്നിട്ട് ഇവിടെ കളവൂരാണ്. ഈ കൃപാസനം ഞങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ വെക്കേഷന് എപ്പോഴും വരും.
വരുമ്പോൾ ഞങ്ങൾ വല്ലാർപാടം പള്ളി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കൃപാസനം പള്ളി ഉണ്ട്, മാതാവ് ഇവിടെ പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് അവിടെ പോയി കയറിയിട്ടും കൂടി വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടെ. വല്ലാർപാടം പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കളവൂർ വന്നിട്ട് ഈ പള്ളി തപ്പാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി, കാറെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കൃപാസനം പള്ളി വാതിക്കലാതെ വണ്ടി വന്ന് നിന്നെ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് കുറേ അനുഗ്രഹം കിട്ടിയ ഒരു ഫീലിങ്. പിന്നെ അകത്ത് കയറി വന്നപ്പോൾ ജോസഫ് അച്ഛൻ പുറത്ത് ഇറങ്ങി വന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളെല്ലാവരും തലയ്ക്ക് പിടിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ച്. അപ്പോഴേ ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ ധ്യാനം കൂടി, കുർബാന ദാനം കൂടിയിട്ട് പോയി. 2017 ഞങ്ങൾ ആദ്യം ഇവിടെ വന്നേ. അതിനുശേഷം 2019 എൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു അവസരം കിട്ടി. ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസമല്ല, നാട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് തൈറോയിഡ് പ്രശ്നത്തിൽ ദിവസം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസത്തിന് ഒരു വട്ടം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് എടുത്തിട്ട് അതിന് അനുസരിച്ച് ഗുളിക കൂട്ടിയോ കുറച്ചോ കൊടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ടെസ്റ്റിൽ തന്നെ തൈറോയിഡ് പൂർണ്ണമായിട്ട് ഗുണമായി. കൂടിയുമില്ല കുറഞ്ഞുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഗുളിക കളിക്കണ്ട എന്ന് പറഞ്ഞു വിട്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് എടുത്തു, അതിലും തൈറോയിഡ് ഇല്ല. പിന്നെ അടുത്ത ഒരു ടെസ്റ്റും, 3ാമതും ടെസ്റ്റ് എടുത്തപ്പോൾ അതിന് തൈറോയിഡ് ഇല്ല. സോ പൂർണ്ണമായിട്ട് ഗുണമടഞ്ഞതിന് മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. 2ാമത് അനുഗ്രഹം കിട്ടിയത് എൻ്റെ മോൻ ജോലിക്കാരിയാണ്. BE ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് 1 വർഷമോളം വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. പേരൻസായ എല്ലാവർക്കും അറിയാം, മകൻ പഠിച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് പ്രശ്നമോ എങ്ങനെ സങ്കടം ഉണ്ടാവണം. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഒത്തിരി പേർക്ക് എൻ്റെ കമ്പനി തന്നെ ഞാൻ ജോലി മേടിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കമ്പനിയിലും എനിക്ക് ഫ്രണ്ട്സുകളുണ്ട്. എല്ലാവർക്കും കുറേ പേർക്ക് ഞാൻ ജോലി മേടിച്ച് തന്നു. പക്ഷേ എൻ്റെ മോന് ഒരു ജോലി കിട്ടാനായിട്ട് അത്രയും പ്രയാസം. ഇവിടെ 2025 റാലിക്ക് കൂടി. ഞങ്ങൾ ഒക്ടോബർ മാസം റാലിക്ക് കൂടിയിട്ട് ഞാൻ ചെന്നൈയിലെ എൻ്റെ ഇടവകയിൽ പള്ളിയിൽ ഈ കൃപാസന മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാൾ വന്നു എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ഫോൺ എടുക്കണോ വേണ്ടേ, പള്ളിയിലല്ലേ ഇരിക്കണേ കുർബാന തുടങ്ങിയില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ പോയി. അപ്പം ഞാൻ എടുത്തിട്ട് പോയി പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ പറയുന്നത് മോൻ എന്തെടുക്കുന്നു എൻ്റെ ചോദിച്ച്. ഞാൻ പറഞ്ഞ് വെറുതെ ഇരിക്കുക, ഓക്കെ ഒരു ജോലിയുണ്ട് ഞാൻ പറയാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജനുവരി മാസത്തിൽ അവന് ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞ് 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ആ കമ്പനി തന്നെ നല്ല ഒരു ജോലിയും കിട്ടി, നല്ല ശമ്പളത്തും കൂടി. അവൻ്റെ കോറിൽ തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചതിൻ്റെ അത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി, അത് ഡയഗ്നോസ്റ്റിക്സ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ഇപ്പോൾ നല്ല ഒരു രീതിയിലിരിക്കുക. പിന്നെ അമ്മയുടെ ഗിഫ്റ്റാണ് ഇതൊക്കെ. ഭയങ്കര ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് കാൾ വന്നതിന് ഭയങ്കര സന്തോഷം. അത് ഒരു പെരിയ ഇതാണ്. പിന്നെ 3ാമത്തേത് എൻ്റെ മോൾക്ക് കാനഡയിൽ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ BTech IT കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് കാനഡയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ ആഗ്രഹം തള്ളി നിന്നു. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ CEO ചൈനീസാണ്, ഡോക്ടർ കാത്രിൻ ചെൻ, അമേരിക്കയിലെ സ്റ്റേ. അവർ എപ്പോൾ വന്നാലും ഞാൻ കൂടെ പോവും. അവരുടെ കൂടെ എവിടെ പോകണമെങ്കിലും ഞാൻ മീറ്റിങ്ങിന് അവിടെ ഇവിടെ എല്ലാം ഞാൻ കൂടെ പോകും. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിക്കണം. അവർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു മകളെ എന്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ് അവൾക്ക് കാനഡ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ട്. പിന്നെ പിറ്റേ ദിവസം അത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാനഡ പോകാൻ പറ്റിയില്ല. 2023 ഞങ്ങൾ റാലി കൂടി. ആ റാലി കൂടിയിട്ട് അവ നാട്ടിൽ പോയിട്ട് ഇരിക്കുമ്പോൾ അടുത്ത മാഡം വന്നിട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് മോൾ കാനഡ
പോയാ ഇല്ലയാ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് പോയില്ല. എന്താ അവർക്ക് അയർലാൻഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അയർലാൻഡാ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് കൺട്രി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, വാട്ട് യു തിങ്ക്, ഐ വിൽ ഗീവ് 50%. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷാക്ക്. ഞാൻ അപ്പോൾ ഓർത്തതാ മാതാവിനെ. അയ്യോ, എനിക്ക് അനുഗ്രഹം കിട്ടിയല്ലോ മാതാടെ. 50% പൈസ എന്ന് പറഞ്ഞാൽ പകുതി 50 ഞാൻ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, മാതാവ് തരും. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ആ 50% പൈസയും അങ്ങനെ ഒപ്പിച്ചിട്ട് ഇപ്പോൾ മോള് അയർലാൻഡിൽ പോയി സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞില്ല. ഓഗസ്റ്റിൽ ഫൈനൽ എക്സാം ഓർമ്മയുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. ഇതും ഒരു കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന കൂടി. തൈറോയിഡിന് ഉടമ്പടി വസ്തുക്കളെല്ലാം തേച്ചിട്ടാണ് അതെല്ലാം ഗുണമായത്. അതേപോലെ തന്നെ മോൾക്ക് ഞങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് വീട്ടിലെ എല്ലാം ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് രണ്ടുപേർക്കും മോന് ജോലി കിട്ടിയതും മകൾക്ക് അത് വിസ കിട്ടി എല്ലാം സുഖമായിട്ട് ഇരിക്കുന്നതും. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്ന തമിഴ് പത്രം എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും പോയി ഇങ്ങനെ ചോദിക്കും. ഞാൻ ഫസ്റ്റ് വായിക്കുമോ? കൊടു അങ്ങനെ ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്താണെന്നറിയാം, അവർ നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുത്താൽ അവർ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും. എനിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കണ്ട, വായിക്കുവാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗിനെ ഞാൻ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർ പത്രം മേടിച്ചിട്ട് വീട്ടിൽ പോയി മൊത്തം പഠിച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, റെക്സ് സാർ, പത്രത്തിൽ ഇരിക്കുന്ന കണക്ക് തന്നെ ഇപ്പോൾ എൻ്റെ സ്റ്റേജാണ്. എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അതിൻ്റെ തീരുമാനം ഈ പത്രത്തിൽ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ അതും എനിക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പള്ളി എവിടെ ചെന്നൈയിലുള്ള എല്ലാ പള്ളിയും പോകും. പിന്നെ അടുത്തുള്ള പള്ളികളെല്ലാം പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും ഞങ്ങൾ തമിഴ് പത്രം കൊടുക്കും. അവർ ചിലവർ വേണ്ടെന്ന് പറയും, അവർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല. കൊടുത്തിട്ട് ഞങ്ങൾ പറയും കളയണ്ട, വായിച്ചാൽ മാത്രം മേടിച്ചോ, വായിക്കുവാണെങ്കിൽ മേടിച്ച മൊത്തം എത്തിക്കോ, അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പത്രം എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും. പ്രെയർ ലൈഫ് രാവിലെ ഡെയിലി ബ്രെഡ് എപ്പോഴും രാവിലെ 5:30 മണിക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ എണീച്ച് കൂടും. പിന്നെ ആഴ്ചയിൽ അച്ഛൻ്റെ പ്രാർത്ഥനയെല്ലാം കൂടും. ഞായറാഴ്ചയിൽ പള്ളിയിൽ പോവും. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവും. കുടുംബ പ്രാർത്ഥന വീട്ടിൽ വൈകുന്നേരത്തിൽ ഞങ്ങൾ ചൊല്ലും. ബൈബിൾ വായിക്കും 6 മണിക്കൂർ. റെഗുലറാக കുമ്പസാരിക്കും. എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതിന് പരിശുദ്ധ മാതാവുക്കും ദൈവത്തിന് നന്ദി. ഇനിയും മുന്നോട്ട് ഇല്ലേ, ഇനി ഇത് മുതൽ ഞങ്ങൾ എല്ലാം പ്രാർത്ഥനയിലാണ്. ഞങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ റാലിക്ക് വരും, എല്ലാ പ്രാർത്ഥനയ്ക്ക് കൂടും. ഇനി നമ്മൾ മാതാവ് സന്തോഷമായിട്ട് ഞങ്ങളെ വച്ചിരിക്കുന്നു പറഞ്ഞ് ഭയങ്കര ഉറപ്പുണ്ട്. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം, കർത്താവിൽ ആനന്ദിക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു വിളി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളുമെല്ലാം ഓൾ സറണ്ടർ ടു ഗോഡ് ഇൻ ഉടമ്പടി, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഉടമ്പടി. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോൾ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭയമില്ലാതാകും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നമ്മെ സംരക്ഷിച്ച് നമ്മെ വഴി കാട്ടി നടത്തുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. എലിസബത്തും റെക്സും കുടുംബാംഗങ്ങളും മക്കളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് 10 വർഷമുണ്ടായിരുന്ന തൈറോയ്ഡ് എന്ന അസുഖമാണ്. ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവനുള്ള ട്രീറ്റ്മെൻറ്റാണ്, മരുന്ന് കഴിക്കണമെന്നാണ്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി തേനും
ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 1 അല്ല 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിപ്പോൾ അത് കൺഫേം ആയതാണ് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമാണ് ഈ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യം. പിന്നീട് പറഞ്ഞത് മോൻ്റെയും മകളുടെയും കാര്യമാണ്. മകന് പഠിത്തം കഴിഞ്ഞ്, അതായത് ബിടെക് IT കഴിഞ്ഞ്, മോളുടെ കാര്യമാണ്. ബിടെക് IT കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം അച്ഛന് ആ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചില്ല. പിന്നീട് പരിശുദ്ധ അമ്മയോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ് ഒരു സിയോയുടെ രൂപത്തിൽ. അതും വഴിയിൽ വെച്ച് പോകുന്ന വഴിയിൽ വെറുതെ സിയോ ചോദിക്കുകയാണ് മകൻ എന്തെടുക്കുകയാണ് എന്ന്, മകൾ എന്തെടുക്കുകയാണ് എന്ന്. അപ്പോഴാണ് പറയുന്നത് മകളുടെ ആഗ്രഹവും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാത്ത അവസ്ഥയും അച്ഛൻ പറഞ്ഞപ്പോൾ സിയോ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ സഹായിക്കാം 50%. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവിൽ ആനന്ദിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ആരുമില്ല, എങ്ങനെ മുന്നോട്ട് പോകും, ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ അമ്മയുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ് ഓരോ വ്യക്തികളിൽ കൂടെ, പല സാഹചര്യങ്ങളിൽ കൂടെ. അങ്ങനെ ആ സിയോയിൽ കൂടെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയും മകൾക്ക് പഠിക്കുവാൻ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളിപ്പോൾ MSc ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഓഫർ ലെറ്ററും വിസയും എല്ലാം റെഡിയാക്കി കൊടുത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. മോൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. BE ഇലക്ട്രോണിക് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് എന്ന് വെച്ചാൽ 1 വർഷത്തോളം കാത്തിരുന്നു. മെറിറ്റില്ലാത്ത സമയത്ത് അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ്. പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാവുകയാണ്. പള്ളിയിൽ വച്ച് ഡിസംബർ 7-ാം തീയതി, അതും ഡിസംബർ 7 പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊരു ഫോൺ വരികയാണ്. അത് അമ്മ തന്നതെന്നുള്ള ഒരു വലിയ അടയാളമാണ്. ഈ മകന് ഒരു ഹൈ സാലറിയിൽ നല്ലൊരു കമ്പനിയിലേക്കാണ് ജോലി ലഭിച്ചത്. ഡിസംബർ 7 എന്ന നമ്പറിൽ ഡേറ്റിൽ വന്നെങ്കിൽ അത് അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. അമ്മയുടെ ഒരു ഇടപെടലിൽ കൂടിയാണ് ഈ മകനിന്ന് നല്ലൊരു ജോലി ലഭിച്ചത്. ഈ മകൾക്കുള്ള ജോലിയുടെ കാര്യവും പറഞ്ഞത്, പഠിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞത് ജഖണ്ഡ ജോമാല റാലിക്ക് ശേഷമാണ് ഈ 2 കാര്യം, മകൻ്റെ കാര്യവും മകളുടെ കാര്യവും എല്ലാം സാധിച്ചു കിട്ടിയതെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ്. നിൻ്റെ ജീവിതം കർത്താവിന് ഭരം ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അവിടത്തോട് ചേർത്ത് നിൽക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളും ഭാവിയും കർത്താവിനെ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.